സിമ്പിൾ ആയിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. സോ ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിലേക്ക് നമ്മൾ ഏലക്കയും കളയാമ്പും പട്ടയും ഗ്രാമ്പും പെരുംജീരകം ഇവയെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നത്. ദെൻ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 3 കപ്പ് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളിവിടെ ബിരിയാണിക്ക് വേണ്ടി 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്നാട്ടോ കണക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാട്ടോ. ദെൻ അതിലേക്ക് നമ്മൾ നാരങ്ങ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു നാരങ്ങ ഫുള്ളായിട്ട് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ച് അരി ഇട്ട് കൊടുക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ അരിയിലെ വെള്ളം എല്ലാം പറ്റിയത് സെറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലിടാനുള്ള മുന്തിരിയും കശുവണ്ടിയൊക്കെ വറുത്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുന്തിരി വറുത്തെടുത്തതിന് ശേഷം നമ്മൾ അതേ നെയ്യ് തന്നെയാട്ടോ കശുവണ്ടിയും വറുത്തെടുക്കുന്നത്. ദെൻ അതും വറുത്തതിന് ശേഷം നമ്മൾ അതേ തന്നെയാണ് സവാളയും വറുത്തെടുക്കുന്നത്. സവാള നമ്മൾ ഇതേപോലെ ചെറുതാക്കിയായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. സവാളയിലേക്ക് നമ്മൾ ഇത്തിരി ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ റൈസിന്റെ മേലിൽ നമുക്ക് ഇതേപോലെ നെയ്യും ബിരിയാണി എസൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മുന്തിരിയും കശുവണ്ടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിന്റെ മുകളിലായിട്ട് നമ്മളിത് മല്ലിയിൽ ഇതേപോലെ ചെറുതായി കരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ ക്യാരറ്റും ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ മുകളിൽ സവാള വറുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് മൂടി വെക്കാട്ടോ ഇങ്ങനെ. അതിനുശേഷം മൂടിയൊക്കെ തുറന്ന് നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടുന്ന മിക്സ് ചെയ്തെടുക്കാം റൈസ്. അപ്പോൾ ഇത്രയുള്ള പരിപാടി നമുക്കിത് വേഗം നല്ലൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല ചൂടോടെ തന്നെ നമുക്ക് ബിരിയാണി കഴിക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.